ശ്ലോകം 3. അവൻ ഭഗവാനെ നോക്കി, ഭഗവാനെ തൊഴുതു, ഭഗവാനെ സ്തുതിക്കുകയാണ്. സുദർശനധര, ഹേ ഭഗവൻ, അങ്ങ് സുദർശനമെന്ന ചക്രത്തിനെ എപ്പോഴും ധരിച്ചുകൊണ്ടിരിക്കണം. അവൻ്റെ 4 കൈകളിൽ ശംഖചക്ര ഗദാപത്മങ്ങൾ. ചക്രം സുദർശന ചക്രം. ആ സുദർശനത്തിനെ എപ്പോഴും ധരിക്കുന്നവനെ, അതായത് ആരാണോ സജ്ജനങ്ങളെ ഉപദ്രവിക്കുന്നത് അവരെ നശിപ്പിക്കുന്നവനെ എന്നർത്ഥം. സുദർശനധര, അവരെ നശിപ്പിക്കാനാണല്ലോ ഈ ചക്രം ഉപയോഗിക്കുന്നത്. പ്രഭോ, അങ്ങ് പ്രഭുവാണ്, എന്തും ചെയ്യാൻ ശക്തനാണ്. കർത്തും അകർത്തും അന്യഥാ കർത്തും ശക്യ, എന്തും ചെയ്യാനും ചെയ്യാതിരിക്കാനും ചെയ്തതിനെ മാറ്റിമറിക്കാനും കഴിവുള്ളവനാണ് ഭഗവാൻ. അതാണ് പ്രഭു. ഞാനും സുദർശനാഖ്യോസ്മ്യഹം, ഞാനും ഒരു സുദർശനൻ തന്നെയാണ്. അഹം സുദർശനാഖ്യ വിദ്യാധര, സുദർശനൻ എന്നു പേരുള്ള ഒരു വിദ്യാധരനാണ് ഞാൻ. ഞാനൊരബദ്ധം ചെയ്യുകയുണ്ടായി. എപ്പോഴാണോ ആംഗിരസ് മഹർഷിമാർ സ്വർഗത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഭൂമിയിൽ വന്ന് യാഗങ്ങൾ ചെയ്യുന്നതാണ് പറയുന്നത്. അങ്ങനെ ആംഗിരസ് മഹർഷിമാർ അവർ വിരൂപികളാണ്. അവരെ പരിഹസിച്ചു. മുനീൻ ക്വചിതുപാഹസം, ഒരിക്കൽ ഈ ആംഗിരസ് മഹർഷിമാരെ പരിഹസിച്ചു. ഉപാഹസം അപാഹസം, ചില പുസ്തകത്തിൽ അപാഹസം എന്നുണ്ടാവും, രണ്ടും ശരിയാണ്. അവരെ പരിഹസിക്കുകയുണ്ടായി. അപ്പോൾ ഏതാണ് മുനിമാരെ? അവിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില വ്യാഖ്യാതാക്കൾ പറയുന്നു ആംഗിരസ് മഹർഷിമാരാണ്, ചിലർ പറയുന്നു അല്ല സപ്തർഷികളാണ്. ആരോ ആവട്ടെ, മഹാത്മാക്കളെ ഒരിക്കലും നിന്ദിക്കരുത്, അതാണ് നമുക്കുള്ള പാഠം. അവിടെ ശരീരമല്ല നോക്കേണ്ടത്, അവരുടെ അന്ധഃകരണം ഏത് വിധത്തിലാണ്, അതാണ് നമ്മൾ നോക്കേണ്ടത്. അന്ധഃകരണം എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതാണ്. എന്തുകൊണ്ട്? ഉള്ളിലുള്ള പരമാത്മാവുമായി ചേർന്നിരിക്കുന്നവരാണ് അവർ. നമുക്കത് സാധിക്കുന്നില്ല. നമ്മുടെ ഉള്ളിലും പരമാത്മാവുണ്ട്, പക്ഷേ ഈ ജീവാത്മാവിന് പരമാത്മാവുമായി ബന്ധിക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? നമ്മുടെ ആഗ്രഹങ്ങൾ അങ്ങനെ മറയായിട്ട് നിൽക്കുന്നു. ഇത് ആ ആഗ്രഹങ്ങൾ എല്ലാം പോയി ആ ഭഗവാനുമായി ഐക്യം വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ശരീരത്തിനെ നമ്മൾ നോക്കാൻ പാടില്ല, അവരുടെ ആ മനസ്സിൻ്റെ ആ മഹാത്മ്യമാണ് നമ്മൾ നോക്കേണ്ടത്. അഷ്ടാവക്രൻ ജനക മഹാരാജാവിൻ്റെ രാജ്യസഭയിലേക്ക് പോയതായതാണ്. ഇപ്പോൾ അഷ്ടാവക്രൻ ഉള്ളിലേക്ക് കടന്നു, എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. ഇതാണ് 8 വളവാണ്, ഇതാണോ അഷ്ടാവക്രൻ എന്ന് പറഞ്ഞ് അവർ ചിരിച്ചു. ജനക മഹാരാജാവ് ഒന്നും മിണ്ടിയില്ല. അഷ്ടാവക്രൻ തിരിച്ചിങ്ങോട്ട് ഇറങ്ങി. ജനഭാരതി ഇറങ്ങി ഓടി വന്നു. ക്ഷമിക്കണം, അല്ല ഇവിടെയുള്ളവരൊക്കെ ചെരുപ്പ് കുത്തികളാണെന്ന് ഞാനിപ്പോഴാണ് അറിഞ്ഞത്. എന്താണ്? തൊലിയാണ് നോക്കിയത് അവർ, എൻ്റെ തൊലിയല്ലേ അവർ നോക്കിയത്. പിന്നെ മഹർഷി കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ശ്രേഷ്ഠമായ ആസനം കൊടുത്ത് ആ പരമമായ അധ്യാത്മ പ്രഭാഷണം ജനക മഹാരാജാവും
അഷ്ടാവക്രനും തമ്മിലുള്ളതായ അഷ്ടാവക്ര ഗീത. അപ്പോൾ എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത്? മഹാത്മാക്കളെ ഒരിക്കലും നമ്മൾ നിന്ദിക്കരുത്. മഹാത്മാക്കളെന്ന് മാത്രമല്ല, ആരെയും നിന്ദിക്കരുത്. എന്തുകൊണ്ട്? എല്ലാവരുടെ ഉള്ളിലും ഈ ചൈതന്യമാണുള്ളത്. എങ്ങനെയുണ്ട് ഉള്ള ചൈതന്യമാണത്? സച്ചിദാനന്ദം. സത്തും ചിത്തും ആനന്ദവുമായിരിക്കുന്നതായ ആ ഭഗവാൻ എന്നും മാറാതെ കണ്ടിരിക്കുന്നു. അതാണ് സത്ത്. അത് ജ്ഞാനസ്വരൂപമാണ് ചിത്ത്. ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നതാണ് ആനന്ദം, സച്ചിത് ആനന്ദം. ആ സച്ചിദാനന്ദം എല്ലാവരുടെ ഉള്ളിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും അത് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. കാരണം നമ്മുടെ ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹങ്ങളെ മെല്ലെ മെല്ലെ നമ്മൾ മാറ്റണം. അതാണ് ഭഗവാൻ ഗീതയുടെ തുടക്കത്തിൽ പറയുന്നത്. വിഹായ കാമാന്യ സർവൻ, എല്ലാ ആഗ്രഹങ്ങളെയും ഉപേക്ഷിക്കൂ. ഒരാഗ്രഹവും വയ്ക്കാതിരിക്കൂ. പുമാൻ ചരതി നിസ്പൃഹ, ഒരു സ്പൃഹ, ഒരാഗ്രഹവും ഇല്ലാതെ കണ്ട്. എല്ലാ ജന്തുക്കൾക്കും ഏറ്റവും വലിയ ആഗ്രഹം ആഹാരത്തിലാണ്. ബാക്കി എന്തെങ്കിലും ഇല്ലെങ്കിലും കഴിച്ചു കൂട്ടാം, വസ്ത്രമില്ലാണ്ടും കഴിച്ചു കൂട്ടാം. പക്ഷേ ആഹാരമില്ലാതെ പറ്റില്ല. നിസ്പൃഹ, അതും നമ്മൾ ആഗ്രഹം വയ്ക്കരുത്. കഴിക്കാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. നിർമ്മമോ നിരഹങ്കാര, ഒരു കർമ്മത്തിലും ഞാനാണ് ചെയ്തതെന്ന് പറയരുത്. എല്ലാം ആ ഭഗവാനാണ് ചെയ്യുന്നത്. രമണ മഹർഷി കാണിച്ചു തന്നു. ആ ഭഗവാൻ ഉള്ളത് കൊണ്ട് ഈ വിരലനങ്ങി. അതാണ് ഭഗവാൻ. അപ്പോൾ ഉള്ളിലേക്കാണ് നോക്കേണ്ടത് എന്നുള്ളതായ തത്വം. നിർമ്മമോ നിരഹങ്കാര, എപ്പോൾ അഹങ്കാരം ശ്രമിക്കുന്നുവോ മമത, എൻ്റെ എന്നുള്ള ഭാവവും എല്ലാം പോവും. അഹങ്കാരം നശിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ആദ്യം നിർമ്മമോ എന്ന് പറയാൻ കാരണം. എൻ്റെ എന്നുള്ള ഭാവം മെല്ലെ മെല്ലെ കളഞ്ഞ് 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 നിരഹങ്കാരത്തിലേക്ക് എത്തണം. അഹങ്കാരമില്ലാത്ത അവസ്ഥയ്ക്ക്. സശാന്തി മതിഗച്ഛതി, അവനാണ് ശാന്തിയെ പ്രാപിക്കുന്നത്. ശാന്തിയാണ് ഭഗവാൻ, പരമാത്മാവ്. ഭഗവാൻ തെളിഞ്ഞ് പ്രകാശിച്ചാൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും ശാന്തിയുള്ളൂ. അശാന്തസ്യ സുഖം, ഗീതയിൽ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. ശാന്തിയില്ലാത്തവന് സുഖം, അവിടെ സുഖം ബ്രഹ്മാനന്ദം ഒരിക്കലും അനുഭവിക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത്? മുനീൻ ക്വചിതുപാഹസം, ആ വിദ്യാധരൻ, സുദർശനൻ എന്നുപേരായ വിദ്യാധരൻ ആ മഹർഷിമാരെ നിന്ദിച്ചു, അപഹസിച്ചു, പരിഹസിച്ചു. അതുകൊണ്ടാണ് അവന് ശാപം വന്നത്. തൈഹമാം വ്യധുർവാഹസം തേ ഇഹമാം വാഹസം വ്യതുഹു, അവർ എന്നെ ഇവിടെ മലമ്പാമ്പാക്കി. വാഹസം മലമ്പാമ്പ്. ഇവിടെ കടന്നു. ഉടനെ അവരുടെ കാൽക്കൽ നമസ്കരിച്ചു, ശാപമോക്ഷം ചോദിച്ചു. ശ്രീകൃഷ്ണ അവതാരത്തിൽ ശ്രീകൃഷ്ണ പാദസ്പർശം കൊണ്ട് നിനക്ക് മോക്ഷമുണ്ടാവും എന്ന് അനുഗ്രഹിച്ചു. തൈഹമാം വ്യധുർവാഹസം, അപ്പോൾ ആ മഹർഷിമാരുടെ ശാപം മൂലമാണ് ഞാൻ ഈ പെരുമ്പാമ്പായത്. ഇപ്പോഴോ ഭഗവത്പദ സമർപ്പണ, ഹേ ഭഗവൻ, ഹേ വിഷ്ണു, അങ്ങയുടെ പാദം എൻ്റെ മേത്ത് തൊട്ടതേ ഉള്ളൂ. സ്പർശ, തൊട്ടു, ഒന്ന് സ്പർശിച്ചതേ ഉള്ളൂ. അമലതാം ഗതോസ്മി, ഞാൻ നിർമ്മലനായി.
എന്ന് ഭഗവാനെ സ്തുതിച്ചു. ഭഗവാനെ, ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. ഭാഗവതം പറയുന്നു, അങ്ങ് മാത്രമാണ് ശരണമായിട്ടുള്ള ജീവാത്മാക്കൾക്ക് ശരണമായിട്ടുള്ളത്. അങ്ങയുടെ ദർശനം കൊണ്ട് മാത്രം എൻ്റെ പാപം ഇതാ പോയിരിക്കുന്നു, ഞാൻ ശുദ്ധനായിരിക്കുന്നു. ദർശനവും പാദസ്പർശവും രണ്ടുമുണ്ട്. ഇതായിരുന്നു മഹർഷിമാരുടെ അനുഗ്രഹം. ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് നിനക്ക് കിട്ടും. പാദങ്ങൾ അത്ര ശ്രേഷ്ഠമാണ്. അതാണ് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പ്രതീകങ്ങളാണ് ആ പാദങ്ങൾ. ആ പാദങ്ങളിൽ നമ്മളെപ്പോഴും ഉപാസിച്ചുകൊണ്ടിരിക്കണം. ശ്രീകൃഷ്ണ ത്വൽപദോപാസനമഭയതമം. ആ ഭഗവാന്റെ പാദങ്ങളെ നിരന്തരം ധ്യാനിക്കൂ, ഉപാസിക്കൂ. അതുകൊണ്ട് അന്ധഃകരണത്തിലുള്ളതായ മാലിന്യം മെല്ലെ മെല്ലെ മാറിക്കിട്ടും. അതാണ് പാദത്തിൻ്റെ മാഹാത്മ്യം. പാദത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. ആധാരം നമ്മളെ ചുമക്കുന്നത് ഈ പാദമാണ്. അതുപോലെ ഈ പ്രപഞ്ചത്തിനെ ചുമക്കുന്നത് ഭഗവത് പാദങ്ങളാണ്. ആ പാദങ്ങൾ എന്തിൻ്റെ പ്രതീകങ്ങളാണ്? സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും. അപ്പോൾ ആര് സത്യത്തിനെയും ധർമ്മത്തിനെയും ആശ്രയിക്കുന്നുവോ, സത്യവും ധർമ്മവും തെറ്റാതെ കണ്ട് നടക്കുന്നുവോ, അവർക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും. സത്യധർമാദികൾ ഒരിക്കലും വെടിയാൻ പാടില്ല. ഭഗവത്പദ സമർപ്പണാൽ അമലതാം ഗതോസ്മി. അങ്ങയുടെ പാദസ്പർശം കൊണ്ട് ഞാനിതാ നിർമ്മലനായിത്തീർന്നു. അസൗ സ്തുവൻ. അങ്ങനെ ഭഗവാനെ സ്തുതിച്ചു. നിജപദം ജയൗ. തൻ്റെ സ്ഥാനമായ ഗന്ധർവമാർക്ക്, അവർക്ക് ഖേചരന്മാർ, ആകാശത്തിലാണ് അവർക്കുള്ള സ്ഥാനങ്ങൾ. ഗന്ധർവൻ, വിദ്യാധരൻ, കിന്നരൻ, കിംപുരുഷൻ, ചാരണൻ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ ഉപദേവന്മാർ. ഭഗവാന്റെ അവതാരങ്ങളിൽ ആകാശത്ത് വന്ന് പുഷ്പവൃഷ്ടി ചെയ്യുക, പാട്ടുപാടി ഭഗവാനെ രസിപ്പിക്കുക മുതലായതൊക്കെ അവർ ചെയ്യേണ്ടതാണ്. സ്തുതിക്കേണ്ട കർമ്മമാണ് അവർക്ക്. അതാണ് മനുഷ്യന്മാരും ദേവന്മാരും തമ്മിൽ ഇടയിലുള്ള ഉപദേവന്മാർ. അപ്പോൾ വിദ്യാധരന്മാർ ഗന്ധർവന്മാരാണ്, അതിപ്രസിദ്ധന്മാർ. അവർ പാട്ടുപാടുന്നതിൽ മിടുക്കന്മാരാണ്. അതാണ് ഗാനഗന്ധർവൻ എന്ന് നമ്മൾ പേര് കൊടുക്കുന്നതിൻ്റെ അർത്ഥം. സ്തുവൻ നിജപദം ജയൗ. അങ്ങനെ ഭഗവാനെ സ്തുതിച്ച് തൻ്റെ സ്ഥാനമായ വിദ്യാധര ലോകത്തിലേക്ക് പോയി. വ്രജപദം ച ഗോപാമുദ. രാവിലെയായി നേരം. ഗോപന്മാരും എഴുന്നേറ്റു, നദിയിലിറങ്ങി കുളിച്ചിട്ടുണ്ടാവും. എല്ലാവരും കൂടി സന്തോഷത്തോടുകൂടി വ്രജപദം യേയുഹു, അവിടേക്ക് പോവുകയുണ്ടായി.